തൃശൂർ കോടാലി ഗവൺമെന്റ് LP സ്കൂളിന്റെ സീലിംഗ് തകർന്നു വീണു. സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് അടർന്നു വീണത്. പുലർച്ചെ ആയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം നടന്നിട്ടുണ്ടായിരുന്നു സ്കൂളുകളിലെ സുരക്ഷാ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോഴും ഇത്തരം വാർത്തകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ലക്ഷ്മി, നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ചുകൊണ്ട് ഒട്ടേറെ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ കോടാലിയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. കോടാലി ഗവൺമെൻറ് LP സ്കൂളിനെ 2 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച സീലിംഗ് ആണ്, അതായത് സ്കൂളിൻ്റെ ഹാൾ മുറിയിലെ സീലിംഗ് ആണ് ഇന്ന് പുലർച്ചെ തകർന്നു വീണത്. സ്കൂളിൽ ഇന്ന് അവധി ദിവസമാണ്. കാലാവസ്ഥാ പ്രശ്നങ്ങളെ തുടർന്ന് ജില്ലാ കളക്ടർ ഇന്ന് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്ന അവസരമായതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, പുലർച്ചെ സമയത്താണ് ഈ കെട്ടിടത്തിൻ്റെ സീലിംഗ് തകർന്നു വീഴുന്നത്. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഈ ബഹളം കേട്ട് പരിശോധിക്കുമ്പോഴാണ് സീലിംഗ് തകർന്നത് വ്യക്തമാകുന്നത്. പിന്നീട് ബന്ധപ്പെട്ട സ്കൂൾ ഹെഡ് മാസ്റ്ററെയും മറ്റ് ബന്ധപ്പെട്ട ആളുകളെയും വിവരമറിയിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത്, കോടാലി പഞ്ചായത്ത് അടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ള ആളുകളും സ്കൂളിൽ എത്തിയിട്ടുണ്ട്. 2 വർഷം മുൻപ് 2023 മാത്രമാണ് ഈ സീലിംഗ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പക്ഷേ അതൊരു നിശ്ചിത കാലയളവ് പോലും എത്തുന്നതിന് മുൻപ് തന്നെ ഈ സീലിംഗ് തകർന്നു വീണത് നിർമ്മാണത്തിലെ അപാകതയാണോ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടത്തിനുള്ള ബലക്ഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണം. ഏതായാലും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ഈ കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഏതായാലും കുട്ടികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് അപകടം നടന്നത് എന്നുള്ളതാണ് ആശ്വാസകരം. ഏതായാലും 5 ലക്ഷത്തിലേറെ രൂപ മുടക്കിയാണ് ഈ സ്കൂൾ കെട്ടിടത്തിൽ സീലിംഗ് നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. വിദ്യാഭ്യാസ വകുപ്പും സ്കൂളിലെ HM അടക്കമുള്ള ആളുകളും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി.